മേലെ എന്തുവാ അഹങ്കാരം. ഞങ്ങളുടെ വീടിന്റെ മേലെ കേറി ഇരുന്നിട്ട് അഹങ്കാരം കാണിക്കണ കണ്ടില്ലേ? ആ അസ്സലാമലൈക്കും, ഹായ്, ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. വ്ളോഗ് തുടങ്ങുമ്പോൾ തന്നെ കേക്കാണല്ലോ. 5-6 ദിവസത്തിന് ശേഷം ജിമ്മിൽ പോയതാണ് കേട്ടോ. ഒരു കേക്കും കഴിച്ചിട്ടാണ് വന്നത്, ഒന്നല്ല ഒരു പീസ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു സെലിബ്രേഷൻ ആയിരുന്നു. പാലക്കാട് പേർക്ക് കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഫസ്റ്റോ സെക്കൻഡും തേർഡും അങ്ങനെ എന്തൊക്കെയോ കിട്ടി. ഗോൾഡ്, വെങ്കലം, അങ്ങനെ എന്തൊക്കെയോ കിട്ടിയതിൻ്റെയൊക്കെയാണ്. എന്തായാലും മാസ്റ്റർ പറയുന്നുണ്ട്. അതൊക്കെ എനിക്ക് പിന്നെ ആ ഒരു രീതിയിലൊന്നും സംസാരിക്കാൻ അറിയില്ല. ഐ മീൻ അതിന് ഇത് കിട്ടി, ഇതിനത് കിട്ടി, അങ്ങനെയൊന്നും. അപ്പോൾ ഗുഡ് മോർണിംഗ്. കുറേ ദിവസമായി നമ്മളൊരു കേക്ക് കട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ട്. ഇന്നിപ്പോൾ 2 കാര്യങ്ങൾ നടക്കുക. ഒരു മാസം മുമ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എത്ര ഉണ്ടായിരുന്നു അതിൽ മിസ്റ്റർ പാലക്കാട്ടിൽ 65 ജൂനിയറിൽ ഷെമി ഗോൾഡ് മെഡൽ അടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടൈറ്റിൽ കമ്പാരിസൺ വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് റണ്ണറപ്പാണ് പാലക്കാട്ടിലെ ജൂനിയർ 65 കാറ്റഗറിയും. അതുപോലെ ടൈറ്റിൽ റണ്ണറപ്പം വന്നിട്ടുണ്ട് ഷെമിയും. പിന്നെ ജിഗിൻ ഫസ്റ്റ് ടൈമാണ് കോമ്പറ്റീഷൻ ചെയ്യുന്നത്. സോ ഫസ്റ്റ് തന്നെ അവന് ബ്രോൺസ് മെഡൽ കരസ്ഥമാക്കാൻ സാധിച്ചു. നെക്സ്റ്റ് ടൈം ആണ് ചെയ്യുന്നുണ്ട്. മാക്സിമം ആം റെസ്ലിംഗിൻ്റെ ഡെയറി ഫ്രീ ഹാൻഡിൽ ലെഫ്റ്റിൽ ഗോൾഡും അതുപോലെ തന്നെ റൈറ്റിൽ സിൽവറും അടിച്ചു. ഓജസ് റൈറ്റിൽ ലെഫ്റ്റിലും ഗോൾഡ് അടിച്ചു. സ്റ്റേറ്റിൽ അതുപോലെ തന്നെയാണ്, റൈറ്റിലും ഗോൾഡും ലെഫ്റ്റിൽ സിൽവറും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും മനസ്സിലായില്ലേ എന്താണ് ഏതാണ് എന്നുള്ളതൊക്കെ. ഞാൻ പറഞ്ഞ് കൊളാക്കണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ വോയിസ് തന്നെ അങ്ങ് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ കേക്ക് കട്ടിങ്ങൊക്കെ നടന്നു. എല്ലാവരും ഹാപ്പിയായി. ഞാനും ഒരു പീസ് കേക്ക് എടുത്തിട്ട് വേഗം കഴിച്ചിട്ട് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ആരും കട്ട് ചെയ്ത് തരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ തന്നെ പോയി എനിക്ക് ഒരു പീസ് കട്ട് ചെയ്ത് അങ്ങ് എടുത്തു. ഇതാ മാംഗോ ഫ്ലേവർ ആയിരുന്നു, നന്നായിരുന്നു കേക്ക്. പിന്നെ അവിടെ ഇതാ എല്ലാവർക്കും കട്ട് ചെയ്ത് പ്ലേറ്റിലൊക്കെ ആക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മോന് പിന്നെ ആ ഭാഗത്തോട്ട് വരാത്തതുകൊണ്ട് ഞാൻ അവനക്ക് കുറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടു കൊടുത്തു. അവൻ ചെറിയൊരു പീസ് കടിച്ചു, ബാക്കി എനിക്ക് തന്നു, അത്ര തന്നെ. പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് വിട്ടു. ഇനിയാണ് നമ്മുടെ വ്ളോഗ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ പോയി പറഞ്ഞേ, നീ ഏട്ടാ വിളിച്ച പയ്യനെ മോനാണ്, അവൻ +1 പഠിക്കണം. ഓ മോനാണോ ചോദിച്ചു. അപ്പൊ നീ എന്താ ചെയ്യണമെന്ന് വെച്ചു. ഞാൻ ഡിഗ്രിക്ക് പഠിക്കാന്ന് പറഞ്ഞു. എന്നോടല്ല അവനോട്. ഞാൻ ഇതുപോലെ പറയട്ടെ വിചാരിച്ചു. നീ ഒന്നിന് ഏട്ടാന്നല്ലോണ്ട് ചോദിച്ചിട്ട് അവനോട് എന്നെ താത്താന്ന് ചോദിക്കാറുണ്ട് എന്ന് പറയണം. പിന്നെ ഞാൻ ഞാൻ തള്ളണ്ടോ വിചാരിച്ചു. ഇനിയിപ്പോൾ എനിക്ക് അടുത്ത പേരുണ്ടാവുമോ, തള്ളി ജിനിന്ന്. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ തള്ളി ഞങ്ങളിവിടെ ചായയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ജിമ്മിൽ നടന്നൊരു ഇൻസിഡൻറ്റിനെ കുറിച്ചാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കണത്. അതിൻ്റെ ഇടയിൽ അയാൻകുട്ടി എനിക്ക് അത് വേണം, ഇത് വേണം, ബൂസ്റ്റിൽ അതിട്ട് തരൂ, ഇതിട്ട് തരൂ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ മക്കാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മക്കാറാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഞങ്ങളുടെ മലപ്പുറത്തുകാരുടെ, ഞാൻ മലപ്പുറം അല്ലെങ്കിലും എന്നാലും എനിക്കങ്ങനെ പറയാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഒരു സ്ലാങ് ആണത്, മക്കാറാക്ക്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതാ ഞാൻ ഉള്ളിയൊക്കെ നന്നാക്കിയിട്ട് എടുക്കുന്നുണ്ട്. രാവിലെ ദോശയ്ക്ക് നമുക്ക് ടൊമാറ്റോ ചട്നിയൊക്കെ അരച്ചെടുക്കണം. കുട്ടികൾക്ക് ഞാൻ ഇന്ന് ദോശ തന്നെയാണ് കേട്ടോ സ്കൂളിലോട്ടും ആക്കി കൊടുക്കുന്നത്. വേറെ ലഞ്ച് ബോക്സ് റെസിപ്പി ഒന്നും ഉണ്ടാക്കാൻ എനിക്കിന്ന് സമയം കിട്ടൂല, ഉറപ്പാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി നിന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വൈകുന്നുള്ളത് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഇന്ന് എന്തായാലും ഉണ്ടാക്കുന്നില്ല. വേറൊരു ദിവസം നമുക്ക് കാണിക്കാം കേട്ടോ, പുതിയ ലഞ്ച് ബോക്സ് റെസിപ്പി ഒക്കെ എടുക്കാം. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നന്നാക്കി അതിനൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്താ പരിപാടി, അതിനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ ഇടയിൽ നമ്മുടെ ചായയൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ടായിരുന്നു. പാലും തിളച്ചു, പാലൊന്ന് ഓഫാക്കി അടച്ചു വെച്ചു കേട്ടോ. ചായ കുറച്ചുകൂടി പൊടി ഇറങ്ങാനുണ്ട്. മുടി ഇങ്ങനെ ആക്കിയ പിന്നെ ഇങ്ങനത്തെ ഷാളുകളൊന്നും എൻ്റെ തലയിൽ നിൽക്കുന്നില്ല കേട്ടോ. ഒന്നാമത് ഞാൻ ഫ്ലവർ ക്രാബ് ഇടാത്തതുകൊണ്ടാണ് മുടി അങ്ങനെ ചുറ്റി വെച്ചിട്ട് അതിൻ്റെ ഒരു ഞാൻ സ്ട്രൈറ്റ് ചെയ്തതിൻ്റെത് അങ്ങ് പോകുന്നുള്ള ഒരു
ടെൻഷൻ ഉണ്ടാവൂലേ, അതാണ് പോവില്ലയോ എന്നറിയില്ല. പക്ഷെ മാക്സിമം കെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവർ. അതുകൊണ്ടാണ് ഞാൻ മുടി അങ്ങനെ കെട്ടാത്തത്, മനസ്സിലായോ? ചില സമയത്ത് ഇങ്ങനെ അധിക സമയത്ത് ഞാനിപ്പോൾ അഴിച്ചിട്ടിട്ടാണ് നടക്കുക. വ്ളോഗ് എടുക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒരു ഹെയർ പിന്നോ അങ്ങനെ എന്തോ ഒരു സംഭവമല്ലേ, അത് വെച്ചിട്ടൊന്ന് ഇതാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഒരുപാട് ടൈറ്റ് അല്ലാണ്ടാക്കിയിട്ട് എടുക്കും കേട്ടോ. അങ്ങനെ തക്കാളി ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചായ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ചായ ഇങ്ങനെ ആക്കിയിട്ടില്ലേ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. 2-3 സിപ്പൊക്കെ ഉണ്ടാവിടോ. ആ ചായപ്പൊടി ഇല്ലേ, ഇങ്ങനെ മണി ചായപ്പൊടിയാണ്, അതിലുണ്ടാവും 2-3 സിപ്പൊക്കെ ചായ ഉണ്ടാവും. അല്ലാണ്ട് ഞാൻ പിശുക്കിയായിട്ടൊന്നുമല്ല കേട്ടോ. ഏതോ ഒരു കമൻറ്റ് കണ്ടു, ചിന്ത എന്തൊരു പിശുക്കിയാണ്, ഞാൻ അങ്ങനെ പിശുക്കിയൊന്നുമല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ചായ അയൻകുട്ടി കൊണ്ടു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ടൊമാറ്റോ ചട്നി അരയ്ക്കാനുള്ള വെളിച്ചെണ്ണയൊക്കെ എടുത്തിട്ടുണ്ട്. വലിയുള്ളിയും അതുപോലെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴച്ചിട്ടെടുക്കുക കേട്ടോ. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഉള്ളി ആയ പിന്നെ കുറച്ച് തക്കാളി ഇട്ട് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് അയൻകുട്ടി എനിക്ക് ഈ ഒരു മൾട്ടിഗ്രെയിനിൻ്റെ, എനിക്കതിൻ്റെ പേര് കിട്ടില്ല, മില്ലറ്റാണ് കേട്ടോ. മില്ലറ്റിൻ്റെ ഫ്രൂട്ട്സ് ആൻഡ് നട്ടിൻ്റെ ഒരു സംഭവമാണ് കേട്ടോ. അതൊന്ന് എടുത്ത് തരുമോ ചോദിച്ചു. അത് മേടിച്ചത് ഞങ്ങൾക്കാണ്, പക്ഷെ കഴിക്കുന്നത് പിള്ളേരാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അധികം ഉണ്ടാക്കുന്നത് ഷെയ്ക്കോ അല്ലെങ്കിൽ രാവിലെ ഒരു എഗ്ഗ് പുഴുങ്ങിയത് അല്ലെങ്കിൽ റോബസ്റ്റ് ഇങ്ങനെയൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഇടയ്ക്കൊന്ന് തടിക്കും, പിന്നെയും 2 ദിവസം നമ്മൾ പട്ടിണി കിടന്നാൽ ആ പഴയ പോലെ തന്നെ ആവും ചെയ്യും കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് തടിച്ചാലും വലിയ ടെൻഷനൊന്നും ഇല്ല കേട്ടോ. ഇതാ ഞാൻ അവനക്കുള്ള സെറ്റാക്കി കൊടുത്തു. അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയൊക്കെ നായിട്ടുണ്ടായിരുന്നു. ഞാൻ അതിലോട്ട് തക്കാളി ഇട്ട് കൊടുത്തു. നമ്മൾ ഇനിയും ചായ കുടിക്കാൻ പോയിട്ടില്ല കേട്ടോ. ഞാൻ എന്ത് വിചാരിച്ചു, ഈ സംഭവം ഒന്ന് വഴറ്റാൻ വേണ്ടി വെച്ച ശേഷം നമുക്ക് ചായ കുടിക്കാൻ പോവാം. ഇതിപ്പോൾ എൻ്റെ സ്ഥിരം പരിപാടി ആയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ വല്ലപ്പോഴും ഇടുണ്ടാവുള്ളൂ. ഇപ്പോൾ സ്ഥിരമായിട്ട് ഇടാന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അയൻകുട്ടി അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിതാ ചായ കുടിക്കുന്നുണ്ട്. രാവിലെ എണിച്ചിട്ട് ഭയങ്കര വിശപ്പൊന്നുമില്ല കേട്ടോ. എനിക്കാണെങ്കിലും അവനക്കാണെങ്കിലും ഇപ്പോൾ ഭയങ്കര വിശപ്പൊന്നുമില്ല. എന്താണെന്നറിയില്ല, 2-3 ദിവസമായിട്ട് എനിക്ക് രാവിലെ വിശപ്പ് കുറവാണ്. അങ്ങനെ നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ട് നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ദോശമാവ് ഇതാ ആക്കിയെടുത്തതിന് ഞാൻ ഒന്ന് ചുട്ടെടുക്കണം കേട്ടോ. ദോശ ചുട്ടെടുക്കുക. അങ്ങോട്ടോടി ഇങ്ങോട്ടോടി എന്തൊരു ധൃതിയല്ലേ എന്ന്. മൊത്തത്തിൽ എന്താണെന്നറിയോ, സമയമായി. അതുകൊണ്ടാണ് നമ്മൾ അവിടെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നില്ല. ഞാൻ പോരാ സമയത്തുണ്ട് ഒരു ബോക്സും കൊണ്ട് ഒരു പയ്യൻ വരുന്നു കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചു, അനു എന്നാണ് മാസ്റ്ററിൻ്റെ പേര്. അനുവിൻ്റെ അടുത്ത് ചോദിച്ചു, ഇതെന്താ അവിടെ കേക്ക് കട്ടിങ് പരിപാടിയൊക്കെ ഉണ്ടോ ചോദിച്ചപ്പോൾ ചെറിയൊരു പരിപാടി ഉണ്ട് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അവിടെ തന്നെ നിന്നു കേട്ടോ. കേക്കിനല്ല, ചെറിയൊരു വ്ളോഗൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. നിങ്ങൾക്ക് തെറ്റിദ്ധാരണയൊന്നും ഇല്ലല്ലോ അല്ലേ? അങ്ങനെ ഓക്കെ. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ദോശ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ചൂടോടുകൂടി അരച്ചപ്പം കിട്ടുന്നില്ല. ഇങ്ങനെ ചൂടോടുകൂടി അരയ്ക്കരുത് കേട്ടോ, ഭയങ്കര ഡേഞ്ചറാ. ഞാൻ പിന്നെ എനിക്ക് സമയമായപ്പോൾ അങ്ങ് അരച്ചെടുത്തു. കുറേ ആൾക്കാർ അങ്ങനെ ഉണ്ട്, എനിക്കറിയാം. അപ്പോൾ എന്തായാലും ടൊമാറ്റോ ചട്നി ആയിട്ടുണ്ട്, ദോശ ആയിട്ടുണ്ട്. റിഹാന് ഒരു 3-4 ദോശ ഉണ്ടാവും, അയാൻകുട്ടി 2 അത്രയേ ഉള്ളൂ കേട്ടോ. റിഹാൻക്കും ഈ മില്ലറ്റിൻ്റെത് മതി പറഞ്ഞിട്ട് അതും ഞാൻ അവനക്കും കൊടുത്തു. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മളത് മേടിച്ചിട്ട് വേണം. ഞങ്ങൾക്ക് കഴിക്കാൻ മേടിച്ചതാണ്, പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എമർജൻസിക്ക് അതൊന്ന് കയ്യിലുണ്ടാവണത് നല്ലതാണ്. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അയ്യോ ഉണ്ടാക്കിയില്ല എന്നുള്ളൊരു ടെൻഷൻ. ഇതാകുമ്പോൾ കുട്ടികൾക്ക് ഹെൽത്തിനും നല്ലതാണ്. എല്ലാം ഉണ്ട് കേട്ടോ. അതിൽ ഫ്രൂട്ട്സ് ഉണ്ട്, നട്ട്സ് ഉണ്ട്, പിന്നെ റാഗി, അങ്ങനത്തെ എത്രയോ തരം ഐറ്റംസ് ഉണ്ട് കേട്ടോ. മില്ലറ്റ് പറഞ്ഞാൽ റാഗി തന്നെയാണ് അർത്ഥം. വേറെയും ഓട്സും വീറ്റ് അങ്ങനെ പലതും ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ ഇതാ നമ്മൾ കുട്ടികൾക്കുള്ള ദോശയ്ക്കൊന്ന് സെറ്റാക്കി ആക്കി കൊടുത്തു. അയാൻക്കുള്ള ഞാൻ നേരത്തെ ആക്കിയിരുന്നു. റിഹാൻ്റെ ലഞ്ച് ബോക്സിൽ ഇതുപോലെ ആക്കി കൊടുക്കുകയാണ്. ഇത് ഞാൻ ചൂടാറിയിട്ട് അടച്ച് വെക്കാറുള്ളൂ. ഇങ്ങനെ വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ ചിലപ്പോൾ അടയ്ക്കണമൊക്കെ കാണിക്കും, പിന്നെ ടേബിളിൽ കൊണ്ടുപോയി തുറന്ന് വയ്ക്കും കേട്ടോ. പിന്നെ ചൂടോടുകൂടി അടച്ച് വെച്ചിട്ട് കേടുവന്ന ഒന്നും മക്കൾ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ, ഒന്ന് ഫുഡ് കേടുവന്നു എന്നുള്ളത്. എന്നോട് ഒരാളും അങ്ങനെ കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മോളെ സുഖമാണോ ചോദിക്കുന്നുണ്ട്. സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഹായ് ജിനി, ഹായ് 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 പറഞ്ഞ എല്ലാവർക്കും ഹായ് ഉണ്ട്. അതേപോലെ ഏത് ഫോണാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ iPhone 14 Pro Max ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെന്താണ്, ഞാൻ 1 ഗ്ലാസ് റൈസ് പൗഡറിന് 1.5 ഗ്ലാസ് വെള്ളം വെക്കാറ്. ക്യുമിൻ സീഡിന് പകരം ഫെനൽ സീഡാണ് പൊരിച്ച പത്തിരിയിൽ ആഡ് ചെയ്യാറ്. ബീഫ് വരട്ടിയതും ചിക്കൻ ഫ്രൈയുമാണ് സൂപ്പർ കോമ്പിനേഷൻ. ഇനി അങ്ങനെ ഉണ്ടാക്കി നോക്കണം. എഗ്ഗ് കറി വെറൈറ്റി ആണ് കേട്ടോ, വെറൈറ്റി ചമ്മന്തി. ഞാൻ ജിനിയുടെ ചില റെസിപ്പികൾ ഉണ്ടാക്കാറുണ്ട്. ടിഫിൻ റെസിപ്പിയും കായ്ച്ചാറും
പരിപ്പിച്ചാറും ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, പരിപ്പിച്ചാറിൻ്റെ ഫാനായോ? ഞാൻ കുറേ ആയി ഇപ്പോൾ പരിപ്പിച്ചാറ് ഉണ്ടാക്കിയിട്ട്, ഇനി എനിക്ക് ഉണ്ടാക്കണം. അങ്ങനെ ഇതാ കുട്ടിയോട് പോയി ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുകയാണ്. എന്തായാലും ഇത്രയും വലിയൊരു കമൻസിന് വളരെ നന്ദിയുണ്ട് കേട്ടോ. ഇവിടെ ബീഫ് കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ എന്തായാലും എഗ്ഗ് കറിയോ ചിക്കൻ കറിയോ ഉണ്ടാക്കണം. ഉമ്മയും ഉപ്പയും ബീഫ് കറി കഴിക്കില്ല. രാവിലെ തന്നെ എണ്ണ പോയതിൻ്റെയാണ് കേട്ടോ, തുടച്ചെടുക്കുകയാണ്. പിന്നെ എന്നെ കെട്ടിച്ച വീടും പാണ്ടിക്കാടാണ്. ഓക്കെ ഓക്കെ. ഹായ് ജിനി, കവിത ഹിയർ. സുഖമല്ലേ? വാട്ട് എ ടെലിപ്പതി. ഐ വാസ് തിങ്കിങ് ഓഫ് മേക്കിംഗ് പൊരിച്ച പത്തിരി ഫോർ ലഞ്ച് ബോക്സ് ആൻഡ് യു ആർ ദർ വിത്ത് റെസിപ്പി. താങ്ക്സ് ജിനിയുടെ കുറേ റെസിപ്പി ട്രൈ ചെയ്യാറുണ്ട്, നല്ല ടേസ്റ്റാണ്. കുട്ടിപ്പൊടി ദോശ സൂപ്പറാണ്. എൻ്റെ മോനിക്ക് 10 വയസ്സാണ്, അവനക്കിത് നന്നായിട്ട് ഇഷ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി കൊടുത്ത് നോക്കുക കേട്ടോ. കൊടുത്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ പൊരിച്ച പത്തിരി ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉമ്മാക്കും ഉപ്പാക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയി കൊടുത്തിട്ടുണ്ട്. ഹായ് ജിനി, ജിനിയുടെ വീഡിയോ ഞാൻ കാണും, പക്ഷേ കമൻറ്റ് ഇട്ടാൽ ഒരിക്കൽ പോലും നീ നോക്കാറില്ല. പഠിച്ചോനെ, വായിക്കാറില്ല. നിൻ്റെ വീഡിയോ വന്നാൽ ഉടൻ തന്നെ ഞാൻ കാണാറുണ്ട്, പക്ഷേ കമൻറ്റ് ഇടാറില്ല. 2-3 പ്രാവശ്യം എഴുതിയപ്പോൾ വായിക്കുന്നില്ല. എന്തായാലും ഈ മുട്ടക്കറി ഉണ്ടാക്കി നോക്കും. ഓക്കെ, താങ്ക് യു സിസ്റ്റർ. ഞാൻ കമൻറ്റ് കണ്ട എന്തായാലും വായിക്കും. ചില സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ, അതുകൊണ്ടായിരിക്കേ, സോറി കേട്ടോ. ക്ലീനിങ്ങിന് മുമ്പ് ഫുഡ് ഉണ്ടാക്കി വെക്കണം, അപ്പോൾ കഴിക്കുന്നവർക്ക് കൊടുക്കാം. ഇവിടെ ഉണ്ടാക്കി വെക്കൽ ചരിത്രമില്ല, ഉണ്ടാക്കി കൊടുക്കുക ചെയ്യുക. ചൂടാറിയ ഫുഡ് ആർക്കും വലിയ താല്പര്യമില്ല കേട്ടോ. പൊരിച്ച പത്തിരി ഇഷ്ടമായി, ഇൻഷാല്ല ഞാൻ ഉണ്ടാക്കി നോക്കും. ഓക്കെ, താങ്ക് യു മുത്തേ. ചിപ്പൂസാണ് കേട്ടോ. ജിനിത്ത ഇൻവെർട്ടർ ഇല്ലേ ചോദിക്കുന്നുണ്ട്. ഇൻവെർട്ടർ ഉണ്ട്. ഇപ്പോൾ ഏകദേശം അതിൻ്റെ വർക്കിംഗ് ടൈമൊക്കെ കഴിയാനായി. വയസ്സായപ്പോൾ ഇങ്ങനെ 5-6 വർഷമായി, ഇപ്പോൾ അധികം നിൽക്കുന്നില്ല കേട്ടോ. എന്നാലും അതിൽ TV ഒന്നും നമ്മൾ ഓണാക്കാറില്ല. ഫാന്, ലൈറ്റ് ഇങ്ങനെയൊക്കെ മാത്രമേ ഓണാക്കാറുള്ളൂ കേട്ടോ. ഹായ്, എന്നാ വിശേഷം? ജിമ്മിൽ പോകാത്തത് കണ്ടാൽ അറിയാം, കുറച്ച് വണ്ണം വെച്ച് തുടങ്ങി. അതെ അതെ, ഫസ്റ്റ് കമൻറ്റ്. ഓക്കെ മുത്തേ, അനി. ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്തായാലും നമ്മൾ ഇങ്ങനെ നിങ്ങളോട് സംസാരിച്ച് ഇരുന്ന് സമയം പോണത് അറിയില്ല. അതാണൊരു രസം. ഇതാ ഞാൻ ചായ ഉണ്ടാക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ്. അതേപോലെ നമുക്ക് യൂട്യൂബിൽ മാത്രമല്ല നമ്മുടെ ഫാൻസ്, FBയിലും ഒരുപാടുണ്ട് കേട്ടോ. സൂപ്പർ ഡിഷ് ജിനിക്കുട്ടി ട്രൈ ചെയ്യും. അസീന നൗഷാദ് പറഞ്ഞിട്ടുള്ള ഒരു ID വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഐ ആം ഫ്രം തമിഴ്നാട് ആൻഡ് ഐ ആം യുവർ ബിഗ് ഫാൻ. താങ്ക് യു. സൂപ്പർ വീഡിയോ. മുട്ടക്കറി ട്രൈ ചെയ്ത് നോക്കും, എല്ലാം സൂപ്പർ. ഹരിത ബിനു പറഞ്ഞിട്ടുള്ള ഒരു ID വന്നിട്ടുണ്ട്. ഇർഫു, ഹലോ ജിനിത്ത, സുഖാണോ? എന്തൊക്കെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നുണ്ട് മുത്തേ, സുഖമാണ്. നിഷ, സൂപ്പർ. എപ്പോഴും നിഷൻ്റെ കമൻറ്റൊക്കെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞാനും ഇക്കയും കൂടെ സ്മൂത്തി കുടിക്കാൻ വേണ്ടി നിന്നു. അപ്പോഴാണ് നമ്മളൊരു പ്ലേറ്റ് പുറത്തുണ്ടായിരുന്നത്, അതിനൊന്ന് പോയി എടുത്തിട്ട് വന്നു കേട്ടോ. പിന്നെ വിജയകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള, ബിന്ദു വിജയകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ID വെജ് മാത്രമേ കഴിക്കുകയുള്ളൂ, വെജ് മാത്രമേ ട്രൈ ചെയ്യാറുള്ളൂ, ഞാനൊരു പക്ക വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വെജ് റെസിപ്പികൾ ഞാൻ ഇടാം കേട്ടോ. ബിരിയാണി ഒന്ന് ഇടാമോ? ഒരുപാട് ഇട്ടിട്ടുണ്ട്. ഇനി ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ തൂക്കിയെടുത്ത് കളയും. അമ്മാതിരി ബിരിയാണി ഇട്ടിട്ടുണ്ട്. എന്നാലും ഇനി എപ്പോഴെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്തായാലും ഇടാട്ടോ. കുട്ടിപ്പൊടി ദോശ സൂപ്പർ, താങ്ക് യു. എന്തായാലും ബിന്ദു വിജയകുമാർ ചേച്ചി ആയിരിക്കാം മേ ബി. ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അങ്ങനെ എല്ലാം രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞു. ഉമ്മ, ഇക്ക, പപ്പ എല്ലാവരും കൂടെ ഐ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഞാനും ഇന്ന് പോകണമെന്ന് വിചാരിച്ചൊരു ദിവസമായിരുന്നു അവരുടെ കൂടെ. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ വ്ളോഗ് ചേഞ്ച് ആയിട്ടുണ്ടാവും. പക്ഷെ പെട്ടെന്ന് പണിക്കാർ വരുന്നു പറഞ്ഞു കേട്ടോ. ഫ്രണ്ട് ഏരിയ തൊടിയൊക്കെ ഒന്ന് അടിച്ചു വാരി എല്ലാം ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അവർ കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നില്ല എന്നും പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അവിടെ സ്റ്റക്കായി. എനിക്കിങ്ങനെ പെട്ടെന്ന് മാറ്റി പോകലൊന്നും ഇഷ്ടമല്ല. നമ്മളിപ്പോൾ ഒന്ന് എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നേ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യണം. അല്ലാണ്ട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഇതാക്കിയിട്ട് എനിക്കത് ശരിയാവില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോവാത്തത്. അങ്ങനെ അവർ പോയി. പക്ഷേ ഇന്ന് എനിക്ക് കുറേ സംഭവങ്ങൾ ബാക്കിയുണ്ട് ചെയ്യാൻ. ഫിഷ് കറി ഉണ്ടാക്കണം, ഫ്രൈ ഉണ്ടാക്കണം, മീനൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് മുമ്പ് തുണികളൊക്കെ നമുക്ക് കുറേ വാഷ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനും ഇങ്ങനെ പോകണുണ്ടപ്പോൾ മോന് ഓടി വന്നതാണ്. ഇതെൻ്റെ കസിൻ്റെ മോനാണ് കേട്ടോ. കുറേ പേര് ജിനിത്താക്ക് എത്ര മോനുണ്ട് എന്നൊക്കെ ചോദിച്ചാണ്. അപ്പോൾ ഞങ്ങൾ ഓട്ടോ മത്സരം നടത്തിയതാണ് കേട്ടോ. ആരാ ഫസ്റ്റ് എത്തുകയെന്ന് ചോദിക്കില്ല.
അവനക്കുണ്ടല്ലോ പൊതുവേ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് പറയുമ്പോഴേ ആൾ കണ്ടു കഴിഞ്ഞാൽ വേഗം ക്യാമറയുടെ മുന്നിൽ വന്ന് നിൽക്കും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അങ്ങനെ ഞാനിതാ ഉള്ളിലോട്ട് വന്നു. വാതിലൊക്കെ നടച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ഞാൻ പിന്നെ വീട്ടിൽ ആരില്ലെങ്കിൽ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കൊന്ന് അടിച്ച് വാരൽ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ബെഡൊക്കെ ഒന്ന് സെറ്റാക്കി എന്താ പറയുക വാഷിങ്ങിനൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് 2-3 വാഷ് ഉണ്ട് കേട്ടോ. അപ്പോൾ വേഗം ഞാൻ എന്ത് ചെയ്തു, വേഗം ഒന്ന് അടിച്ച് വാരി എടുത്തു. മീൻ അവിടെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മോന് പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ബിസിയാണെന്ന് കണ്ടപ്പോൾ പിന്നെ അങ്ങനെ പോയി. ഇടയ്ക്ക് ഇങ്ങനെ കളിക്കാൻ വരും. ഞാനും അവനും ഭയങ്കര ഫൈറ്റാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ മൊത്തത്തിൽ. അപ്പോൾ അവരും പോയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇനിയിപ്പോൾ ഫ്രണ്ടിൽ ആരും ഇല്ലല്ലോ, ഫ്രണ്ടിൽ ആരും ഇല്ലാണ്ടിരുന്ന ഒരു ടെൻഷനാണ് വാതിലും തുറന്നിട്ടിട്ട് വർക്ക് ചെയ്യാൻ. അപ്പോൾ ഞാൻ വാതിലൊക്കെ ഒന്ന് അടച്ചിട്ട് ബോൾട്ട് ചെയ്തിട്ട് കേട്ടോ, അതായത് വാതിൽ ലോക്ക് ചെയ്തിട്ട് ഞാൻ ബാക്കിൽ വന്ന് അടിച്ചു വാരാനൊക്കെ വന്നു. ഒരുപാട് പൊടിയുണ്ട്, കാറ്റ്, ഭയങ്കര കാറ്റ്. ഇങ്ങോട്ട് അടിച്ചാൽ അങ്ങോട്ട് പോകുന്ന അമ്മാതിരി കാറ്റാണ് കേട്ടോ ഇപ്പം ഇവിടെ ഉള്ളത്. തുണികളൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും കാറ്റ് കാരണം. അപ്പോൾ ഞാൻ വേഗം ഒന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു വലിയ ബക്കറ്റ് തുണികളൊക്കെ തോരിയിടാനുണ്ട് കേട്ടോ. അടിച്ചു വാരൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇങ്ങോട്ട് തോരിയിടാൻ വരിക. ഇന്ന് ഏകദേശം നല്ല വലിയ ബ്ലോഗാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് വർത്താനം പറഞ്ഞ് എൻ്റെ തൊണ്ടയിൽ വെള്ളമൊക്കെ വറ്റാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. സാധാരണ നമ്മൾ 15 മിനിറ്റിലൊക്കെ നിർത്താറുണ്ടല്ലോ. മുടി ഇങ്ങനെ ആയി പിന്നെ ഷാള് പോയിന്നെ പണി. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ബക്കറ്റൊക്കെ എടുത്തിട്ട് വന്നു. നായ്ക്കൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ. ഒന്നാമത് അന്ന് ഡെലിവറി കഴിഞ്ഞിട്ട് അതുകൾ പോയി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് തന്നെ വേറൊരു അമ്മ വന്നിട്ട് ഒരു 4-5 എണ്ണത്തിനെ പ്രസവിച്ചിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു കോമ്പൗണ്ടിൽ ഏറ്റവും എന്താ പറയുക പ്രൈവസി ആയിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് കേട്ടോ, ഞങ്ങളുടെ ഈ ഒരു സ്ഥലത്ത് ഏറ്റവും പ്രൈവസി ആയിട്ടുള്ള കോമ്പൗണ്ട് ഞങ്ങൾക്കേ ഉള്ളൂ എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഉള്ള നായ്ക്കളൊക്കെ ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ തുണികളൊക്കെ ഞാൻ തോരിയിട്ടു. പിന്നെ ഫോണിലൊരു പാട്ടൊക്കെ വെച്ചു. അല്ലാണ്ടിരുന്നാൽ എൻ്റെ വർക്ക് ഇനി നടക്കില്ല. ഞാൻ മെലഡി കേൾക്കും. ഹിന്ദി, ചിലപ്പോൾ മലയാളം കേട്ട് മടുത്ത ഹിന്ദി, ചിലപ്പോൾ നമ്മുടെ ഇതുണ്ടാവില്ലേ അറബി അങ്ങനത്തെയൊക്കെ സോങ്ങുകളൊക്കെ ഉണ്ടാവില്ലേ, എന്താ എനിക്ക് പറയാൻ കിട്ടുന്നില്ല അത്. അങ്ങനെ എനിക്ക് ചിലതിങ്ങനെ കേട്ട് മടുത്ത് ഞാൻ വേഗം മാറ്റും കേട്ടോ. അങ്ങനെ ചിലപ്പോൾ ഒരു പാട്ട് തന്നെ ഒരു 10 പ്രാവശ്യം കേൾക്കും ഒരു ദിവസം തന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ. പിന്നെ അത് മടുക്കും. അങ്ങനെ ഈ ഒരു മീനിൻ്റെ പേരെന്താണെന്നറിയോ? പരവ. ഓക്കെ. പിന്നെ ചെമ്പല്ലി കേട്ടോ മേടിച്ചത്. ഇന്ന് നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ രണ്ടും. അപ്പോൾ ഞാൻ പരവ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. തലയും വാലും വെച്ചിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് ഞാൻ മുളകിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നാളെ തേങ്ങ അരച്ച കറിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാ മീനും കട്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഉടനെ മസാല പുരട്ടുന്നില്ല. ഞാൻ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിൽ കൊണ്ടുവയ്ക്കുകയാണ്. ഈ മസാല നമ്മൾ പുരട്ടി വെച്ചാലേ ഒരു ഉണക്കൽ ചുവ വരുന്നുണ്ട് അല്ലേ? നിങ്ങൾക്ക് വരാറുണ്ടോ? ഫ്രിഡ്ജിൽ വെക്കണോണ്ട് അത്രേ. ഫ്രിഡ്ജിൽ അതിൻ്റെ വാട്ടർ കണ്ടൻറ്റൊക്കെ അങ്ങ് വലിച്ചെടുക്കല്ലേ ചെയ്യണത്. അതുകൊണ്ടാണ് നമ്മൾ മസാല പുരട്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞ് ഒരു ഉണക്കൽ ചുവ വരുന്നത്. അത് ഞാൻ പിന്നീടാണ് കേട്ടോ അറിഞ്ഞത്. അപ്പോൾ മീൻ പൊരിക്കാനുള്ള മസാല നോർമൽ മസാല കേട്ടോ ഞാൻ അവിടെ ഉണ്ടാക്കണത്. ആ ഒരു അറിവ് കിട്ടിയ ശേഷം ഉണ്ടല്ലോ ഞാൻ എന്ത് ചെയ്യും, ചെമ്പല്ലി എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ചെമ്പല്ലി ഞാൻ ഫുള്ള് മസാല ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. വേറെ കുറച്ച് മീനുകളാണ് കേട്ടോ എനിക്ക് പൊതുവേ അങ്ങനെ തോന്നാറ്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് മാത്രം എടുക്കും, എന്നിട്ട് അതിനെ മസാലാക്കും, അന്ന് തീർക്കും. പിന്നെ പിറ്റേ ദിവസം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഫ്രഷ് എടുക്കും. അപ്പോൾ ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിൽ വെക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി ചെയ്യാത്തവർക്ക്, പുതിയ അറിവുള്ളവർക്കാണെങ്കിൽ അവരും കമൻറ്റ് ചെയ്യുക. ഇനി മുതൽ അങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മസാലയ്ക്ക് എല്ലാവരുടെയും പുരട്ടി വെച്ചിട്ടുണ്ട്. 1.5 കിലോ ആണ് കേട്ടോ നമ്മൾ മീൻ മേടിച്ചത്. ചെമ്പല്ലിയൊക്കെ പെട്ടെന്ന് തീരും. 2 പ്രാവശ്യം വറുക്കാൻ തന്നെ ഉണ്ടാവുമെന്ന് ഡൗട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വേഗം മസാല തേച്ച് പിടിപ്പിച്ച ചെമ്പല്ലിനെയൊക്കെ ഒരു പാത്രത്തിലോട്ടാക്കിയിട്ട് അതിനെ നടച്ച് ഇതും ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കും. പിന്നെ ആ ചട്ടിയിലത്തെ മസാല ഞാൻ കളയാറില്ല കേട്ടോ. അത് ഞാൻ കറി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ആക്കി കൊടുക്കാറാണ്. പിന്നെ നമ്മളിതാ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് നിന്നു. അരി എടുത്തിട്ട് വന്ന് കഴുകിയ ശേഷമാണ് കേട്ടോ നമ്മൾ ചോറ് വെക്കണത്. ഇനിയിപ്പോൾ കഴുകിയില്ലേ എന്ന് ചോദിക്കണ്ട. പിന്നെ മുളകിട്ടത് നോർമൽ റെസിപ്പി ഒന്നും കാര്യമായിട്ട് പറയുന്നൊന്നുമില്ല കേട്ടോ. എല്ലാവർക്കും അറിയാമല്ലോ മുളകിട്ടതൊക്കെ. ഞാൻ ആ അരപ്പിലോട്ട് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പിന്നെ പുളി കേട്ടോ. ഇതാണ് നമ്മുടെ ഈ അരപ്പ് കേട്ടോ. പുളി ആവശ്യത്തിന് എടുക്കുക. നിങ്ങൾ എത്ര മീൻകറിക്ക് ഇടാറ് അങ്ങനെ എടുക്കുക.
ഉലുവ പൊട്ടിച്ചിട്ട് ആ എണ്ണയിലോട്ട് നമ്മൾ ആ മസാല അരപ്പില്ലേ അതാക്കുക. പിന്നെ ഒരു വലിയ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 സ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നോർമൽ മുളക് പൊടി ഒരു വലിയ സ്പൂൺ. ഇതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മസാല. ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. നമ്മൾ പുളി അരയ്ക്കുമ്പോൾ ചേർത്തുകൊണ്ടാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് എണ്ണ തെളിയുന്ന വരെ നമ്മളിത് കുക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മുടെ മീൻ ഇതിലോട്ട് തട്ടിക്കൊടുക്കുക. പിന്നെ ഒരു 1/4 കപ്പ് ഒരു 1/2 കപ്പൊക്കെ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുത്താലുണ്ടല്ലോ ആ ഒരു എക്സ്ട്രാ ഉള്ള പുളിയും എരിവും എല്ലാം ഒന്ന് ബാലൻസ് ആവും കേട്ടോ. മുളകിട്ടേൽക്ക് ശരിക്കും തേങ്ങാപ്പാൽ ഒഴിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഇതാ അത്രയേ ഉള്ളൂ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഭയങ്കര കട്ടിക്കൊന്നും എടുക്കുന്നില്ല. വെള്ളം ഒഴിച്ചിട്ട് എടുത്ത തേങ്ങാപ്പാലാണ്. പിന്നെ ഇതാ നമ്മൾ കുറച്ച് എന്താ പറയുക കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വയ്ക്കുക. എനിക്കിഷ്ടമാണ് കേട്ടോ കപ്പയിലോട്ടൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടമാണ് ഇങ്ങനെ മുളകിട്ടത് കഴിക്കുക. ദോശയിലോട്ട് ഇഷ്ടമാണ്, വെറും ചോറിലോട്ടും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം കഴുകിയെടുക്കുന്നുണ്ട്. മീനും മീൻ കറിയൊക്കെ വെച്ച പാത്രങ്ങളാണല്ലോ, അതിനൊക്കെ ഒന്ന് വേഗം കഴുകി വെക്കുക. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ കൂ 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 എന്ന് പറഞ്ഞ് അടിക്കാൻ തുടങ്ങിയത്. നമ്മൾ ബോഷിൻ്റെ മെഷീനാണ്. നമ്മുടെ വെള്ളത്തിൻ്റെ പ്രശ്നം കാരണം ഉള്ളിലൊക്കെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഭയങ്കര പ്രശ്നമാണ്. ഈ ഒരു ഭാഗത്ത് പറഞ്ഞാൽ പാലക്കാട് എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയയിൽ ഒരു 10-20 വീട്ടിലൊക്കെ ഉള്ളൂ തോന്നുന്നു ഈ ഉപ്പ് വെള്ളത്തിൻ്റെ പ്രശ്നമുള്ളത് കേട്ടോ. സാൾട്ട് വാട്ടർ എന്ന് പറയില്ലേ, അങ്ങനെ രണ്ടാമത്തെ വാഷിങ്ങും കഴിഞ്ഞ് ഞാൻ വേഗം പോയി തുണികളിനൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇട്ടു. അതേപോലെ നമ്മളോട് പാലക്കാടാണോ വീട് എന്ന് ചോദിച്ചിട്ടുണ്ട്. പാലക്കാട് കഞ്ചിക്കോടാണ് നമ്മുടെ വീട്. എൻ്റെ സ്വന്തം വീട് മണ്ണാർക്കാട്. ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ Q&A ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ നമ്മുടെ ഈ ബ്ലോഗിൻ്റെ താഴെ. അങ്ങനെ തുണികളൊക്കെ ഇട്ട ശേഷം നമ്മളിതാ ചോറൊന്ന് ഊറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ബിരിയാണി പോട്ട് എത്ര കിലോ ആണ് എന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് 1 കിലോ 1.5 കിലോ കൊള്ളുന്നുണ്ട്, 2 കിലോ കൊള്ളുന്നുണ്ട്, 3-4 കിലോ വരെ കൊള്ളുന്ന പോട്ടുകളുണ്ട് കേട്ടോ. പല സൈസിലും ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. പിന്നെ തംബ്നെയിലിൽ നമ്മുടെ റെസിപ്പീസൊക്കെ ഒന്ന് പേര് ഉൾപ്പെടുത്തുക സെർച്ച് ചെയ്തിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. നമ്മൾ റെസിപ്പികൾ മാത്രമായിട്ട് ഒന്നരാടം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് കിട്ടും. പിന്നെ ഒന്നരാടം വരുമ്പോൾ നിങ്ങൾക്കത് സേവ് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ പറ്റുമല്ലോ. അങ്ങനെ ചെയ്യാനും പറ്റും കേട്ടോ. അത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്തായാലും 30 മിനിറ്റിൻ്റെയൊക്കെ വീഡിയോ ആകുമ്പോൾ നമ്മൾ ഒന്നരാടം വ്ളോഗ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യണത് കേട്ടോ. അതാവുമ്പം എനിക്കും നിങ്ങൾക്കും ഒക്കെ സൗകര്യമല്ലേ. അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം പോയി മീനൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ സ്ഥിരം ഫേസ് പാക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്തിനാണ് ഇങ്ങനെ ഫേസ് പാക്ക് ഇടുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു തൃപ്തിക്ക്, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ വേഗം പോയി കുളിച്ചു. സമയം 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന്. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞത് ആ വാതിലെല്ലാം തുറന്നു. ഞാൻ പക്ക ഫ്രീ ആയില്ലേ. ഇനിയിപ്പോൾ വാതിൽ തുറന്നാലും എനിക്ക് പ്രശ്നമില്ല. പിന്നെ അവർ എത്താനായോ എന്നുള്ളതൊക്കെ ഒന്ന് വിളിച്ച് ചോദിച്ചു. പിന്നെ ഞാനൊരു സീരീസ് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിൻഡ് ഓഫ് ലവ് എന്നാണ് ആ സീരീസിൻ്റെ പേര്. ഏകദേശം തീരാറായിട്ടുണ്ട്. എനിക്കിഷ്ടമാണ് കേട്ടോ അത് കാണുന്നത്. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണിതാ അവർ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്താ അവരുടെ നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡെല്ലാം കഴിക്കണം. സമയം ഏകദേശം 1:30 ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനൊന്ന് ഓർഗനൈസ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. മാങ്ങ ഉണ്ട്, പിന്നെ റോബസ്റ്റ് എപ്പോഴും നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ സ്മൂത്തിയും ഷേക്കും ഇതൊക്കെ അടിക്കണ കാരണം എപ്പോഴും റോബസ്റ്റ് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ കഴിക്കാനും വേണം കേട്ടോ. എല്ലാവരും രാത്രി പഴം കഴിക്കാറുണ്ട്. അങ്ങനെ മുന്തിരിയിലോട്ട് ഞാൻ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു 2-3 മണിക്കൂർ പുറത്ത് വെക്കും കേട്ടോ. എന്നിട്ട് കഴുകിയാണ്ടാണ് നമ്മൾ ഇതിലോട്ട് വെക്കുക. ആദ്യം ഒന്ന് കഴുകി പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഉപ്പ് ഇട്ട് വെക്കും കേട്ടോ. അങ്ങനെ അവരൊക്കെ നിസ്കരിക്കുന്ന സമയം കൊണ്ട് ഞാൻ വേഗം പോയി പ്ലേറ്റും കാര്യങ്ങളൊക്കെ വെച്ചു. ചോറും എല്ലാം കൊണ്ടുവന്ന് വെച്ചു. അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും ഒന്ന് കാണാം അല്ലേ. ഇതാ നമ്മുടെ പൊന്നിയരി ചോറ് എടുത്തിട്ടുണ്ട്. ഒറ്റ വിസിലുകൊണ്ട് നമ്മുടെ ചോറ് വേവും. പിന്നെ എന്തൊക്കെ കറി ഉണ്ടെങ്കിലും പരിപ്പ്, അത് എനിക്കിപ്പോൾ ശീലമായിട്ടോ. പിന്നെ ചെറുപയർ ഉപ്പേരി എടുത്തിട്ടുണ്ട്. നല്ല കട്ട തൈര്, ഇത് മേടിച്ചതാണ് കേട്ടോ. ഇക്കാക്ക് ഇങ്ങനത്തെ തൈര് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ മേടിച്ചതാണ്. പിന്നെ ഒരു മീൻ വറുത്ത് എടുത്തിട്ടുണ്ട്, അച്ചാർ എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ മുളകിട്ടത് എടുത്തിട്ടുണ്ട്. ആഹാ, ഇത് മാത്രം
മതിയില്ലേ ചോറുണ്ണാൻ. അപ്പോൾ ഞാനിത് ഒരു കഷ്ണത്തോടു കൂടി അങ്ങ് എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള മീൻ കേട്ടോ ഇത്. അയാൾ പരവ അങ്ങനെ തന്നെയല്ലേ, അയാൾ പറഞ്ഞിരുന്നു ടേസ്റ്റ് ഉണ്ടാവുന്നുള്ളതൊക്കെ, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. പൊതുവേ തലയോടെ എനിക്ക് വലിയ താല്പര്യമില്ല. എൻ്റെ അനിയത്തിയാണെങ്കിൽ തല എന്താ പറയുക വലിച്ചെടുക്കും, അത്ര ഇഷ്ടമാണ് തല അങ്ങനെ കഴിക്കണം മീനിൻ്റെ. എനിക്കെന്തോ അറിയില്ല കേട്ടോ, ആദ്യമൊക്കെ കഴിച്ചിരുന്നു. പിന്നെ ഒരിക്കൽ ഇങ്ങനെ കണ്ണമീനൊക്കെ വൃത്തിയാക്കി അത് കുക്ക് ചെയ്തപ്പം എനിക്ക് പിന്നെ തല കാണുമ്പോൾ തന്നെ എന്തോ പോലെ, അങ്ങനെ ഞാൻ തല കഴിക്കാണ്ടായി. പൊതുവേ കറിയത്തെ കഷ്ണം വലിയ ഇഷ്ടമല്ല, എന്നാലും ചില മീനിൻ്റെയൊക്കെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ കഷ്ണമീനിനൊക്കെ നമ്മൾ മുളകിട്ടാൽ ഭയങ്കര ഇഷ്ടമാണ്, അതൊക്കെ എടുത്ത് കഴിക്കും കേട്ടോ. ഈ അയല, മത്തി ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു കൺഫ്യൂഷനാണ്. മുളകിട്ട് കഴിക്കും, നമ്മൾ തേങ്ങ അരച്ച കറിയത്തെ വലിയ താല്പര്യമില്ല കേട്ടോ എനിക്ക്. അങ്ങനെ ഇതാ എല്ലാവരും കൂടെ കഴിക്കാൻ വേണ്ടിയിരുന്നു, ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു. പിന്നെ ഞാൻ ഇന്നലെ നല്ലൊരു അടിപൊളി ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. എന്നും മാഗി ക്യൂബ് യൂസ് ചെയ്യുന്നത് നല്ലതല്ല, എനിക്കും അറിയാം നല്ലതല്ല. നമ്മൾ സ്പെഷ്യൽ റെസിപ്പികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ചിലപ്പോൾ ഇടേണ്ടി വരാറുണ്ട്, 1-2 ഒക്കെ. നിങ്ങളത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ, എന്നും യൂസ് ചെയ്യുന്നത് നല്ലതൊന്നുമല്ല കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കാനിരുന്നു. പിന്നെ ഇതാണോ ദേശായി കുടുംബത്തിലെ മോര് താളിച്ചത് എന്നിട്ടോ ഞാനൊരു മോര് കറി ഉണ്ടാക്കിയപ്പോൾ എനിക്ക് വന്ന കമൻറ്റാണ്. അതെ ഇതന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ, ഉണ്ടാക്കി നോക്ക്. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വേഗം പോയി പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തു. പിന്നെ വാതിലൊന്ന് ചാരിയിട്ട് പോയി റെസ്റ്റ് എടുത്തു. ഇനി അങ്ങോട്ട് 1-2 മണിക്കൂർ നമുക്ക് റെസ്റ്റിംഗ് ടൈമാണ്. അവിടെ ഞാനും എൻ്റെ സീരീസും എൻ്റെ ഫോണും ഇത്രയേ ഉണ്ടാവുള്ളൂ കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട വ്ളോഗാണെങ്കിലും വീഡിയോസ് ആണെങ്കിലൊക്കെ കാണുന്നൊരു സമയം അതാണ് കേട്ടോ. അങ്ങനെ വാതിലൊക്കെ അടച്ചു. നമ്മൾ ഇനി ആ ഒരു ചിക്കൻ്റെ റെസിപ്പിയും കൂടി ഒന്ന് നോക്കിയാലോ. അയ്യോ കുറേ നേരം ഇപ്പം ആയിരുന്നു വോയിസ് ഓവർ കൊടുക്കാൻ തുടങ്ങിയിട്ട്, അറിയോ ഭയങ്കര പാടുണ്ട് കേട്ടോ അത്രയും വലിയ വീഡിയോസിനൊക്കെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വലിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഒന്ന് നന്നാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഉള്ളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഉള്ളിയും ക്യാപ്സിക്കം ഒക്കെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എനിക്ക് മഞ്ഞ, ചുവപ്പ്, പച്ച ക്യാപ്സിക്കം ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, നല്ല കളർഫുള്ളാണ് അല്ലേ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ക്യാപ്സിക്കം ഇത് 3 ചെടിയിൽ ഉണ്ടാവണതാണോ അതോ ഒരു ചെടിയിൽ ഉണ്ടാവണതാണോ എന്നുള്ളതിന് ആൻസർ പറയണേ. അപ്പോൾ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കിയിട്ട് അതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം, വലിയുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിലോട്ട് വേണം, ഈ ഒരു റെസിപ്പിക്ക് നമുക്ക് മാഗി ക്യൂബ് വേണം, നിർബന്ധമാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്കിപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഞാൻ ഇച്ചിരി ചാറ്റ് മസാലയും പിന്നെ നൂഡിൽസിൻ്റെ മസാല അതും എൻ്റെ വകയിൽ ഇട്ട് കൊടുത്തതാണ്, എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ വെളിച്ചെണ്ണ, സോയാ സോസും പിന്നെ നമ്മൾ നമ്മുടെ ബാർബിക്യൂ സോസ്, BBQ സോസ് ഇല്ലേ, അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചിക്കൻ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അതെല്ലാം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ആസ്ഥാന മസാല മറന്നത്, നമ്മുടെ ചിക്കൻ മസാല. ഇതില്ലാണ്ട് എന്ത് അല്ലേ, എനിക്ക് അങ്ങനെ അതും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2-3 മണിക്കൂർ മാറ്റി വെച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഉടനെ കുക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, എന്നാലും സമയമുണ്ടെങ്കിൽ മാറ്റി വെക്കുക. ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലോട്ട് ഇട്ട് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. വെള്ളം വരും, അതൊക്കെ കംപ്ലീറ്റ് വറ്റിച്ചെടുക്കണം, കാരണം ചിക്കൻ വേവാൻ കുറച്ച് വെള്ളം വേണമല്ലോ, അത് ഇതിൽ തന്നെ വരും കേട്ടോ. ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ നല്ല കട്ടിക്ക് കാഷ്യൂ പേസ്റ്റോ അല്ലെങ്കിൽ കട്ടിക്ക് തേങ്ങാപ്പാലോ അത് അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ ഒഴിച്ചു കൊടുക്കാം. ഞാൻ പക്ഷേ ഇതൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് സെറ്റാക്കി നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണത് കഴിക്കാൻ, വെറുതെ കഴിച്ചുകൊണ്ടും ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതാ സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചിക്കൻ്റെ റെസിപ്പിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതാ മക്കൾ വന്നു കേട്ടോ. ചെറിയ ആൾ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് എന്നെ വിളിച്ചതാണ്, ഇന്ന് എന്താണ് ഫുഡ് എന്നൊക്കെ ചോദിച്ചിട്ട്. എന്താ കഴിക്കാൻ വേണ്ട? മീനില്ല.
മീനില്ല എന്ന് പറഞ്ഞതും അവൻ്റെ മുഖത്തെ ആ ഒരു എക്സ്പ്രഷൻ നിങ്ങൾ കണ്ടോ? നിങ്ങളുടെ വീട്ടിലുണ്ടോ അങ്ങനത്തെ കുട്ടികൾ? മീനും ഇറച്ചിയില്ല എന്ന് പറഞ്ഞാൽ ചോറും വേണ്ട, ഒന്നും വേണ്ട അല്ലേ? ഇല്ലേ വയറ് നിറയെ ചോറ് വയ്ക്കും. ഈ ഒരു കാർട്ടൂണും കണ്ടുകൊണ്ടാണ് കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഇടയ്ക്ക് മേടിച്ചൊരു മിഠായി ആയിരുന്നു. ഞാൻ ഒന്നുപോലും കഴിച്ചിട്ടില്ല കേട്ടോ. എനിക്കെന്തോ കഴിക്കാനൊരു പേടി. ഒന്ന് കഴിച്ചാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടത് കഴിയണ വരെ കഴിക്കുമെന്ന് പേടിയായിട്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. അതിൻ്റെ ടേസ്റ്റേ ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ ഉമ്മാനോട് പറഞ്ഞു ലാസ്റ്റ് ഒരു 5-6 ബാക്കി ഉണ്ടാവില്ലേ, അപ്പം ഞാൻ ഒന്നെടുത്ത് കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇതിങ്ങനെ കൊണ്ടുപോയപ്പോൾ ഒരാൾ അപ്പുറത്തിരിക്കണം കണ്ടില്ലേ. അയ്യോ എനിക്ക് വയ്യ. പിന്നെ റിഹാൻ വന്ന് ഫുഡെല്ലാം കഴിച്ചു. പിന്നെ ഈവനിങ് നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. ബക്ലവ ആയിരുന്നു കേട്ടോ ഇന്ന് നമ്മൾ ചായക്ക് കടിയായിട്ട് എടുത്തത്, ഒരു സ്വീറ്റായിട്ട് എടുത്തത്. ഇത് നമ്മൾ ടോപ്പിന് വെച്ചെന്ന് മേടിച്ചതാണ്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, കഴിച്ചിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ബക്ലവയൊക്കെ കൂട്ടി ചായ എല്ലാം കുടിച്ചു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇതാ ഏറെക്കുറെ കഴിഞ്ഞു അല്ലേ? നിങ്ങൾക്ക് ബോറടിച്ചോ പഠിച്ചോനെ ഉണ്ടെങ്കിലും ഒന്ന് പറയണേ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബ് FB ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്.